മറ്റൊന്നുമല്ല, നീറ്റ് PG പരീക്ഷയും റദ്ദാക്കിയതോടെ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായി. പരീക്ഷ റദ്ദാക്കിയതിന്റെ യഥാർത്ഥ കാരണം വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ABVP രംഗത്ത് വന്നു. വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് SFI ആവശ്യപ്പെട്ടു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. രാകേഷ് ഒരിക്കൽ കൂടി ചേരുന്നു. രാകേഷ്, ഈ പരീക്ഷകളിലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു വലിയ സാഹചര്യത്തിൽ ഒരു മുഖം രക്ഷിക്കൽ നടപടിയായി ഡയറക്ടർ ജനറലെ മാറ്റി, ഒപ്പം ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. പക്ഷേ അപ്പോഴും ഇന്ന് നടക്കേണ്ട പരീക്ഷ മാറ്റിവെച്ചു. അങ്ങനെ പ്രശ്നങ്ങൾ തുടരുകയാണ്. എന്താണ് ഇതിന് കേന്ദ്ര സർക്കാർ എടുക്കുന്ന അടുത്ത നടപടി? സർക്കാർ പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തുടർച്ചയായി ഇപ്പോൾ പരീക്ഷകൾ മാറ്റിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം ആദ്യം നെറ്റ് പരീക്ഷ റദ്ദാക്കി, അതിനുശേഷം ഇന്നലെ CSIR നെറ്റ് പരീക്ഷ റദ്ദാക്കി, ഇപ്പോൾ PG പരീക്ഷ കൂടി റദ്ദാക്കിയിരിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാർ പ്രതിരോധത്തിലാവുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഇത്തരമൊരു അറിയിപ്പ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം സർക്കാരിന്റെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ എന്താണ് ഈ പരീക്ഷ മാറ്റിവെക്കാനുണ്ടായ കാരണം എന്ന് മന്ത്രാലയം വിശദീകരിക്കുകയും ചെയ്തിരുന്നില്ല. മന്ത്രാലയം വ്യക്തമാക്കിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരീക്ഷ റദ്ദാക്കുന്നു എന്ന വിശദീകരണം മാത്രമാണ് നൽകിയിരിക്കുന്നത്. പുതിയ തീയതികൾ പിന്നീട് അറിയിക്കാം, നീറ്റ് PG പരീക്ഷ എന്നാണ് എന്ന കാര്യത്തിൽ പിന്നീട് അറിയിക്കാം തീയതി എന്നുകൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് കാരണമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷ സംഘടനകൾ തെരുവിലിറങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക്, ഡൽഹിയിലെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഡൽഹിയിലും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ ABVP, അതായത് സർക്കാരിന്റെ കൂടി ഭാഗമായ BJPയുടെ കൂടി വിദ്യാർത്ഥി സംഘടനയായി വരുന്ന ABVP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സർക്കാർ അനുകൂല വിദ്യാർത്ഥി സംഘടനയായ ABVP കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും അതായത് പരീക്ഷ മാറ്റിവെക്കാനിടയായ സാഹചര്യം എന്താണ്, യഥാർത്ഥ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണം എന്നൊരു ആവശ്യമാണ് ABVP നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടിരിക്കുന്നത്. കാരണം വലിയ സമ്മർദ്ദം ഈ വിഷയത്തിലുണ്ട്. ഒപ്പം SFI ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യം SFI ഇതിനോട് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം വിവിധ സെന്ററുകളിലായാണ് പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയായി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനായി വിവിധ ഇടങ്ങളിലേക്ക്, മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടാകും. സ്വാഭാവികമായി അവർക്ക് യാത്രാ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവസാന നിമിഷം പരീക്ഷ റദ്ദാക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം നൽകണം. ഒപ്പം തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കൂടാതെ വിവിധ മെഡിക്കൽ സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഈ അവസാന നിമിഷത്തിലെ കേന്ദ്ര സർക്കാർ നടപടിയെയാണ് മെഡിക്കൽ സംഘടനകളും ചോദ്യം ചെയ്യുന്നത്. ഏതായാലും സർക്കാർ പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം വരാനിരിക്കുന്നു, നാളെ മുതൽ ആരംഭിക്കാനിരിക്കുമ്പോൾ ഈ വിഷയം രാകേഷ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ KC വേണുഗോപാൽ പറഞ്ഞിരുന്നു, ഈ നീറ്റ്, ഈ പരീക്ഷാ പ്രശ്നങ്ങളിലെ ക്രമക്കേടുകൾ അത് പാർലമെന്റിൽ ഉത്തരം പറയിപ്പിക്കുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരുപക്ഷെ പ്രതിപക്ഷവും അത് ആദ്യമായി ഉന്നയിക്കാൻ പറ്റുന്ന ഒരു വിഷയമായി കൈകാര്യം ചെയ്യുന്നത് ഈ പരീക്ഷാ ക്രമക്കേടായിരിക്കില്ലേ? അതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധ മാർഗം തീർക്കേണ്ട സാഹചര്യം സർക്കാരിനുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക? തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ മറുപടി പറയേണ്ടി വരും. കാരണം സ്വാഭാവികമായും ഈ വിഷയം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം തന്നെയായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കുക. ഏതായാലും നാളെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. നാളെയും മറ്റന്നാളും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകളായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ ആദ്യ 2 ദിവസങ്ങളിൽ ഇത്തരം ബഹളത്തിലേക്ക് അല്ലെങ്കിൽ സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയില്ല. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സ്വാഭാവികമായും നടക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഈ വിഷയം സഭയെ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തെ തീരുമാനം. പക്ഷേ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം അത് സർക്കാർ എങ്ങനെ വഴങ്ങും എന്നതാണ് കണ്ടറിയേണ്ട വിഷയമാണ്. ഏതായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിനെ വ്യാപം നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശത്തിലേക്ക് ഇതിനോട് തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം 2015 മധ്യപ്രദേശിലുണ്ടായ വ്യാപം നിയമന അഴിമതിയോടാണ് അദ്ദേഹം ഇതിനോട് താരതമ്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പ് റാക്കറ്റ് ഇതിനു പിന്നിൽ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറയുകയും ചെയ്യുമ്പോൾ വരും ദിവസങ്ങളിലും ഈ വിഷയം ചർച്ചയാവുന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, കൂടുതൽ പരീക്ഷകൾ ചോദ്യപേപ്പർ ചോർന്നു എന്ന സംശയം
സംശയം കൂടി ബലപ്പെടുകയാണ്. ഇന്നലെ CSR പരീക്ഷയുടെ ചോദ്യപേപ്പർ റദ്ദാക്കിയത് ചോദ്യപേപ്പർ ചോർന്നു എന്ന സ്ഥിരീകരണം ഉണ്ടായില്ലെങ്കിൽ പോലും അത്തരം ചില സൂചനകൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ പരീക്ഷകളൊക്കെ തന്നെ റദ്ദാക്കിയത്. അപ്പോൾ ഇതിന്റെ വിശ്വാസ്യത ഓരോ ദിവസവും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ പ്രതിരോധത്തിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ ഇന്ന് പുനഃപരീക്ഷ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ അനർഹമായി ഗ്രേസ് മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ 1563 വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി ഗ്രേസ് മാർക്ക് നൽകപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പുനഃപരീക്ഷ ഏതായാലും ഇന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. എൽദോ റൈറ്റ്, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. നടലും പരീക്ഷാ ക്രമക്കേടിൽ അത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരുപാട് പേർ ഈ പരീക്ഷാ ക്രമക്കേടിനെ സംബന്ധിച്ചുള്ള ഈ വലിയ വിവാദങ്ങളിൽപ്പെട്ട് ഉലയുന്നൊരു സാഹചര്യമാണ്. നടലും അതിലൊരു സത്വര നടപടി ഉടൻ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അത് അനിവാര്യമാണ് താനും. അപ്പോൾ എന്നാലും പുതിയ ഡോക്ടർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിൻ്റെ അന്വേഷണം നടത്തുന്നത്. അതിൻ്റെയൊക്കെ ഒരു സമാപ്തി അത് ഏറ്റവും സുഖകരമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി മറ്റു